ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായം 1 വാക്യം. തെർത്തുല്ലോസ് എന്ന ഒരു വ്യവഹാരജ്ഞനോടും കൂടി വന്നു. സാഹചര്യം പ്രതികൂലമോ അനുകൂലമോ ആയാലും ക്രിസ്തീയ സാക്ഷ്യത്തെക്കുറിച്ച് വ്യക്തതയോടെയും വിശ്വാസ ദൃഢതയോടെയും ജീവിച്ച് നമുക്ക് മാതൃക നൽകിയ വ്യക്തിയായിരുന്നു വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ. അദ്ദേഹം യെരുശലേം ദേവാലയത്തെ അശുദ്ധമാക്കി എന്ന കുറ്റം ചുമത്തുകയും തുടർന്ന് പൗലോസിനെ റോമൻ ഗവർണറായിരുന്ന ഫേലിക്സിന്റെ ന്യായാസനത്തിന് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അവിടെ മഹാപുരോഹിതനായ അനന്യാസും തെർത്തുല്ലോസ് എന്ന വക്കീലും ഫേലിക്സിന്റെ മുമ്പിൽ പൗലോസിനെ അന്യായം ബോധിപ്പിക്കേണ്ടതിന് കൊണ്ടുവരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായത്തിലാണ് തെർത്തുല്ലോസ് എന്ന വ്യക്തിയെ നാം കാണുന്നത്. തെർത്തുല്ലോസ് പരിചയസമ്പന്നനായ ഒരു വക്കീലും നല്ല ഒരു പ്രസംഗകനും ആയിരുന്നു. ഇദ്ദേഹം ഒരു യഹൂദനും റോമൻ നാമം സ്വീകരിച്ച വ്യക്തിയുമായിരുന്നു. എന്നാൽ ഈ പ്രഭാതത്തിൽ തെർത്തുല്ലോസിന്റെ ചില സ്വഭാവ രീതികൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, മറ്റുള്ളവരുടെ പ്രീതി നേടുവാൻ താല്പര്യപ്പെട്ടിരുന്നവൻ ആയിരുന്നു തെർത്തുല്ലോസ്. വ്യവഹാരജ്ഞനായിരുന്നു എന്നാണ് തെർത്തുല്ലോസിനെ തിരുവചനം പരിചയപ്പെടുത്തുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായം 1 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫെലിക്സിന്റെ മുന്നിൽ പൗലോസിനെതിരെ അന്യായം ബോധിപ്പിക്കുവാനാണ് തെർത്തുല്ലോസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ നിയമജ്ഞനായ അഥവാ വക്കീലായ തെർത്തുല്ലോസ് റോമൻ ആധിപത്യത്തെ വാനോളം വാഴ്ത്തുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. റോമൻ ആധിപത്യത്തിന് കീഴെ ഞങ്ങൾ സമാധാനം അനുഭവിക്കുന്നു, ഞങ്ങൾക്ക് ഏറെ നന്മകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് റോമൻ ആധിപത്യത്തെ പുകഴ്ത്തി പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായം 3-4 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നത്തെ സമൂഹത്തിലും കാര്യസാധ്യങ്ങൾക്കായി ഇത്തരം മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി മറ്റുള്ളവരെ പുകഴ്ത്തുകയും ഇകഴ്ത്തുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും. ഒരു ദൈവ പൈതലായ ഞാൻ മറ്റുള്ളവർക്ക് സ്തുതി പാടേണ്ടവരാണോ? സത്യത്തെ മറിച്ചു കളയേണ്ടവരാണോ? രണ്ടാമതായിട്ട്, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുവാൻ താല്പര്യപ്പെട്ടിരുന്നവൻ. അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിലാണ് ഇവിടെ പൗലോസ് ചെയ്തതായ കുറ്റങ്ങളെക്കുറിച്ച് തെർത്തുല്ലോസ് വാദിക്കുന്നത്. 3 പ്രധാന കാരണങ്ങളാണ് വക്കീലായിരുന്ന തെർത്തുല്ലോസ് പൗലോസിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. 1, ഈ പുരുഷൻ ഒരു ബാധയും സമൂഹത്തിൽ കലഹമുണ്ടാക്കുന്നവനും ആണ്. 2, അവൻ ദൈവാലയം തീണ്ടിക്കുന്നവൻ അഥവാ അശുദ്ധമാക്കുവാനായിട്ട് ശ്രമിക്കുന്നവൻ ആണ്. 3, നസറായ മതത്തിന്റെ നേതാവായി ജീവിക്കുന്ന വ്യക്തിയാണ് ഇവൻ. ഇത്തരത്തിൽ കുറ്റങ്ങളുടെ ഒരു നിര തന്നെ വക്കീൽ രൂപപ്പെടുത്തിയെടുക്കുന്നു. നിയമജ്ഞൻ ഇവിടെ വാക്കുകളിലൂടെ നേതൃത്വത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം യാഥാർത്ഥ്യം മറച്ചുവെക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സത്യത്തിന് വിരുദ്ധമായി ന്യായവിസ്താരം നടത്തുന്ന ഒരു നിയമജ്ഞനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ യാഥാർത്ഥ്യത്തിന് വില നൽകുന്നില്ല. ഇത്തരത്തിൽ സത്യത്തെയും യാഥാർത്ഥ്യത്തെയും കോട്ടിക്കളയുന്ന ഈ സമൂഹത്തിൽ സത്യത്തിൻ്റെ വക്താക്കളായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നീതി നിഷേധിക്കപ്പെടുന്ന ഇന്നത്തെ സമൂഹത്തിൽ കാര്യസാധ്യത്തിനായുള്ള സ്തുതി പാഠകരാകാതെ സത്യത്തിൻ്റെ വക്താക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.